അതായത് തട്ടിയിട്ട് ആ കരി തീർന്നില്ലല്ലേ? ആളെ കൊല്ലാൻ തന്നെ വന്ന. പിന്നെ ഒരാളിനെടുത്തില്ലേ? അതെ അതെ, രണ്ടാളല്ലേ? എന്നിട്ട് ഇവനെ രക്ഷപ്പെടുത്തത്. ഇതിലാണ് ഇവൻ ഇതാ ഓടി വന്നത്. ഓടി ഇങ്ങോട്ട് കയറി. എന്നിട്ട് ഞാനാണ് ഇതിങ്ങനെ കോഴിക്കുഞ്ഞൊക്കെ തട്ടിയിട്ടത്. കോഴി ഉണ്ടായിരുന്നു. കോഴിക്കോട് താഴ്ത്തിട്ടേക്കണം. അപ്പൊ നിങ്ങളിപ്പോ ഈ 3 വീട് മാത്രമേ ഇവിടെ ഉള്ളൂ? ആനയൊക്കെ ഇറങ്ങി എന്ത് ചെയ്യും നിങ്ങൾ? വീടിന്റെ ഉള്ളിൽ ഇരിക്കും, അത്രേ ഉള്ളൂ അല്ലേ? ഈ വീടിന്റെ ഇങ്ങോട്ടൊക്കെ വരാറുണ്ടോ? പിന്നെ അതാ ആനയുടെ ചവിട്ടിയത് കാണിച്ചു തരണോ? ഇങ്ങോട്ട് വരി. പൂജയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഫസ്റ്റ് ഈ വഴിക്ക് വന്നു. പിന്നെ വന്നപ്പോ ഇവിടെ ആന ഉണ്ടായിരുന്നു. പൂജയ്ക്ക് പോയിട്ട് ഈ വഴിക്കാണോ വന്നത്? പകൽ സമയത്ത് ഇങ്ങനെ ആന വരാറുണ്ടോ? ചിലപ്പോഴൊക്കെ വരും. ആണല്ലേ? ജിഷ്ണുവിനെയും തട്ടിയോ? ആണല്ലേ? എന്തായിരുന്നു അന്ന് പരിക്ക് പറ്റിയേ? നടുവിന്റെ അവിടെ. നടുവിന് ഇവര് അവിടെ വന്ന് ഒച്ച കാട്ടിയപ്പോ ഞാനും ഇവിടെ ഒച്ച കാട്ടി. എന്നാലും പോയില്ല. ഇങ്ങോട്ട് വന്നാൽ നിങ്ങൾ കേട്ടി ഒച്ചപ്പാട്? അവര് ഒച്ചിട്ടു കേട്ടായിരുന്നല്ലേ? പിന്നെ രാത്രി ഞങ്ങൾ പെണ്ണുങ്ങളൊന്നും പോകാൻ പറ്റില്ലല്ലോ. അതെ അതെ. നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്ടിലെ നീലഗിരിസ് ഡിസ്ട്രിക്റ്റിലെ അയ്യങ്കൊല്ലി പഞ്ചായത്തിൽപ്പെട്ട മുരുക്കമ്പാടി എന്ന് പറയുന്ന പ്രദേശത്താണ്. മെയ് 8-ാം തീയതി ഇവിടെ ഒരു 65 വയസ്സ് പ്രായമുള്ള ചെമ്പൻ എന്ന് പറയുന്ന ഒരു ചേട്ടനെ കാട്ടാന കൊലപ്പെടുത്തുന്ന ഒരു സംഭവം ഉണ്ടായി. എനിക്കന്ന് ഇവിടെ എത്താനായിട്ട് സാധിച്ചില്ല. അതുമാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കൂടെ അന്ന് അദ്ദേഹത്തിൻ്റെ മരുമകനും ഉണ്ടായിരുന്നു. വിഷ്ണു എന്നാണ് പേര്. വിഷ്ണുവിന് അത്യാവശ്യം പരിക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ആശുപത്രിയിലായിരുന്നു. ഇപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. വളരെയധികം കാട്ടാന ശല്യം നേരിടുന്ന ഒരു പ്രദേശമാണ് അയ്യങ്കൊല്ലി മാത്രമല്ല, നീലഗിരിസ് ഡിസ്ട്രിക്റ്റിൻ്റെ ഓരോ മുക്കും പോലും എടുത്തു കഴിഞ്ഞാലും സകല സ്ഥലത്തും കാട്ടാന വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് ജനങ്ങൾക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന് ഏറ്റവും വലിയ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കവിടെ ഒരു കുന്ന് കാണാം. ഇതൊക്കെ ജനവാസ മേഖലകളും ആളുകളുടെ തോട്ടങ്ങളും ഒക്കെ ആണെങ്കിൽ പോലും ആ ഒരു കുന്ന് നിങ്ങൾ കണ്ടോ? അതായത് ആ തൊട്ട് പുറകിൽ കാണുന്നത് ആ ഒരു കുന്ന് ഫോറസ്റ്റാണ് കേട്ടോ. ഇവിടുത്തെ ഫോറസ്റ്റുകളൊക്കെ അങ്ങനെയാണ്, ഓരോരോ കുഞ്ഞു കുഞ്ഞ് പീസുകളായിട്ടാണ് പല പ്രദേശത്തുണ്ട്. അപ്പോൾ അതിൻ്റെ നടുക്കോടെയൊക്കെ ആയിട്ടായിരിക്കും ആളുകളുടെ പ്രദേശമുള്ളത്, ആളുകളുടെ വീടൊക്കെ ഉള്ളത്. കണ്ടിന്യൂസ് ആയിട്ടല്ല ഇവിടുത്തെ ഫോറസ്റ്റുകളൊന്നും. അതുകൊണ്ട് തന്നെ ആനകൾ എപ്പോൾ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും വരാം എന്നുള്ളൊരു സ്ഥിതിയാണ്. ഏതായാലും ഒരാളിവിടെ കൊല്ലപ്പെട്ടിരിക്കുകയാണ്. ആളുകളെ കൊല്ലുന്ന ഒരു നിരന്തര സംഭവമായി മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ ഒരു 3 മാസത്തിനിടയ്ക്ക് 5 ആളുകളെയാണ് കാട്ടാന കൊന്നത്, ഒരാളെ കടുവയും കൊന്നു. അപ്പോൾ അത്രത്തോളം വളരെ ഭീകരമായിട്ടാണ് സ്ഥിതി പോയിക്കൊണ്ടിരിക്കുന്നത്. അടുപ്പിച്ച് 2 ആഴ്ചയ്ക്കുള്ളിൽ 2 പേരെ ആന കൊന്നിട്ടുണ്ട്. ഏതായാലും ആ ഒരു പ്രദേശത്തേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. എന്താണ് അവിടുത്തെ സ്ഥിതി എന്നൊന്ന് ചോദിച്ചറിയാനായിട്ടാണ് പോകുന്നത്. ആദ്യം നമ്മൾ പോകാൻ പോകുന്നത് ഗൂഡല്ലൂരിനടുത്തുള്ള ഓവാലി എന്ന് പറയുന്ന പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ആറാട്ടുപാറ എന്ന് പറയുന്ന പ്രദേശത്തേക്കാണ്. കഴിഞ്ഞ ഏപ്രിൽ 26-ാം തീയതി ഇവിടെ രവി എന്നു പേരുള്ള ഒരാൾ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. അതിനുശേഷം നമ്മൾ അയ്യങ്കൊല്ലി പഞ്ചായത്തിലേക്കും പോകും കേട്ടോ. നമ്മളിപ്പോൾ ഉള്ളത് നീലഗിരിസ് ഡിസ്ട്രിക്റ്റിലെ ഓവാലി പഞ്ചായത്തിൽപ്പെട്ട ആറാട്ടുപാറ എന്ന് പറയുന്ന പ്രദേശത്താണ്. ഇവിടെയാണ് ഏപ്രിൽ 26-ാം തീയതി രവി എന്നു പേരുള്ള ഒരു ചേട്ടനെ കാട്ടാന കൊലപ്പെടുത്തിയത്. നിങ്ങൾക്ക് ഈ ദൃശ്യങ്ങളിലൊക്കെ കാണാം. ഇതൊക്കെ വീടുകളുടെ പരിസരമാണ്, വീടുകളിലേക്ക് ഇറങ്ങുന്ന വഴിയാണ്. എല്ലായിടത്തും ആളുകൾ ഇലക്ട്രിക് ഫെൻസിങ് ചെയ്ത് വെച്ചിരിക്കുന്ന കാഴ്ചയൊക്കെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ തന്നെ ഇവിടുത്തെ ഒരു അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൂടെ ആട്ടെ ഇവരെല്ലാവരും താമസിക്കുന്നത്. ചെറിയ വീട് വെച്ച് ഇങ്ങനെ. ഇതെല്ലാം സെക്ഷൻ 17 എന്ന് പറയുന്ന ഒരു ഇതിൽപ്പെട്ട സ്ഥലങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് പല അവകാശങ്ങളും ഇവിടെ നിഷേധിക്കപ്പെടുകയാണ് കേട്ടോ. നമ്മളിപ്പോൾ ആ ഒരു വീട്ടിലാണുള്ളത്. രവി എന്ന് പറയുന്ന ചേട്ടൻ്റെ ഭാര്യയാണിത്. ചേച്ചിയുടെ പേരെങ്ങനെയാണ്? ധനലക്ഷ്മി. ഇത് എന്നാ സംഭവം നടന്നേ? கோயிலுக்கு சமைக்க போயிட்டு தண்ணீர்லேருந்து தண்ணி திருப்ப போயிட்டு ഏപ്രിൽ 25-ആം തീയതി രാത്രിക്കാ? എത്ര മണിയായപ്പോൾ? 8 മണിക്ക്. അപ്പോൾ അവിടെ ആന ഉണ്ടെന്ന് അറിയത്തില്ലായിരുന്നു? இல்லை தெரியல. ஆன தெரியும். இவ்வளோ 6 மாசமா யானையே வரல. ஆனால் எங்கிட்டிருந்து வந்துச்சுன்னு தெரியல. ദില്ലിയിൽ നിന്ന് വന്നത്? திடீர்னு வந்து. അപ്പം കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? அது என்னன்னு தெரியும், யாரும் சொல்ல மாட்டேங்கிறாங்க. யார் போனது என்னன்னு தெரியல, சொல்ல மாட்டேங்கிறாங்க. இவர் மட்டும் போயிருக்க மாட்டார், சான்ஸ் இல்லை. யாராச்சும் கூட போயிருப்பாங்க, ஆனால் யாருன்னு தெரியல எங்களுக்கு. யாரும் தெரியும் சொல்கிறதில்ல. നിങ്ങൾ എത്ര മണിക്ക് അറിഞ്ഞേ? எனக்கு 9 மணிக்கு தான். 9 മണിയായപ്പോഴാണ്. അപ്പം തന്നെ മരിച്ചു അതെയോ? அப்பமே ஸ்பாட் ஆகிட்டு മരിച്ചല്ലേ? ഫോറസ്റ്റുകാർ വന്നിട്ട് എന്താ പറഞ്ഞേ? அவங்க ஒன்றும் பண்ணல. இது போராட்டம் பண்ணாங்க. போராட்டம் பண்ணிட்டு இனி வேலை போட்டு தர்றேன் அப்படின்னு சொல்லியிருக்காங்க. அவங்க சொன்னதை நாங்கள் போய் பாடியை பார்த்து லாஸ்ட் வரைக்கும் பார்க்கவே விடலைங்களா. கோவிலில் சாப்பாடு செய்ய போயிட்டு
சாப்பாடு உண்டாக்க போயிட்டு தண்ணி இல்லை, വെള്ളം വെള്ളം ഇല്ലാത്തതുകൊണ്ട് വെള്ളം തിരിക്കാൻ പോയി. വെള്ളം തിരിക്കാൻ പോയിട്ട്. നഷ്ടപരിഹാരം അങ്ങനെ എന്തെങ്കിലും അവർ സംസാരിച്ചോ? இல்லை ഒന്നും കിട്ടിയില്ല. இது 10 லட்ச ரூபா காசு மட்டும் கொடுத்தாங்க. കിട്ടിയോ? வேலை போட்டு തരേன்னு சொல்லியிருக்காங்க. ജോലി വേറെ തരാന്ന്. 10 ലക്ഷം രൂപ കിട്ടിയില്ല. ഇവിടെ ഇങ്ങനെ എപ്പോഴും ആനയുടെ പ്രശ്നമുണ്ടോ? எப்பயுமே ஆன பிரச்சனை இருக்கு. ஆனால் 6 மாசமா யானை பிரச்சனை இல்லை. ஆனால் அவர் தெரிஞ்சிருந்தா போயிருக்க மாட்டாருங்க. ஆனால் திடீர்னு எங்கிட்ட இருந்து வந்துச்சுன்னு தெரியல. ഇത് മക്കളായിരിക്കും അല്ലേ? இது பொண்ணு, இது பையன். அது அவங்க அம்மா அப்பா, அதான் என்னோட அம்மா. ഇവരുടെ എഡ്യൂക്കേഷൻ്റെ കാര്യം എന്തെങ്കിലും പറഞ്ഞോ? അങ്ങനെ சொல்லியிருக்காங்க. എന്താ പറഞ്ഞേ? காலேஜ் போகும்போது வந்து ஹெல்ப் பண்ணி தரேன்னு சொல்லியிருக்காங்க. പറഞ്ഞോ? பையன் இப்போ 10th 9th முடிச்சு 10th போகிறாரு. பொண்ணு 3rd முடிச்சுட்டு 4th போகிறேன். நான் வந்து கிடைக்கிற கூலி வேலைக்கு நான் போய் പയ്യൻ 9-ന്ന് 10ലേക്ക് അല്ലേ? 10th போகிறேன். பொண்ணு வந்து 3வது പോയിട്ട് 4வது 3-ന്ന് 4ലേക്ക് അല്ലേ? കോളേജിലെത്തുമ്പോൾ പഠിക്കാനുള്ള സഹായം ചെയ്യാന്ന് പറഞ്ഞല്ലേ? ഇതൊക്കെ സെക്ഷൻ 70 പെട്ട സ്ഥലങ്ങളാണ്. വേറെ ആരാ തീർക്കാ? രണ്ട് இல்லை யாரும் யாரும் വരാമാരെ நாங்கள் നിർത്താറ്. ഭയന്നിട്ട് யாரும் ഭയന്നിട്ടാ? എല്ലാവരും ആരും പേടിച്ചിട്ടൊന്നും മിണ്ടൂല കേട്ടോ. അവർക്ക് ആർക്കും സംസാരിക്കാനൊക്കെ ഭയങ്കര പേടിയാണ്. ഞാനിത് എടുക്കാൻ വന്നപ്പോഴേ ഇവർ ചോദിച്ചതാണ് ഞങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമോ എന്നുള്ളതാണ് കേട്ടോ. ഇതാണ് ഇവരുടെ ഒരവസ്ഥ എന്ന് പറയുന്നത്. സ്വന്തം ഭർത്താവ് മരിച്ചിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കാൻ പോലും ഇവർക്കുള്ള അതിനുള്ള ധൈര്യം പോലും ഇവർക്കില്ലാത്തൊരവസ്ഥയിലാണ്. അങ്ങനെ അടിച്ചമർത്തിയാണ് ഇവരെ വെച്ചിരിക്കുന്നത് കേട്ടോ. നമ്മളിപ്പോൾ ഉള്ളത് തമിഴ്നാട്ടിലെ അയ്യങ്കൊല്ലി പഞ്ചായത്തിൽപ്പെട്ട മുരിക്കമ്പാടി എന്ന് പറയുന്ന പ്രദേശത്താണ്. മെയ് 8-ാം തീയതി ചെമ്പൻ എന്ന് പേരുള്ള ഒരു പ്രായമുള്ളൊരു ചേട്ടനെ കാട്ടാന കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന മരുമകനെ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിലായിരുന്നു ഇത്രയും ദിവസം. ഇപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഏതായാലും അയ്യങ്കൊല്ലി പഞ്ചായത്താണ് ഇത്. നീലഗിരി ഡിസ്ട്രിക്റ്റാണ്, നീലഗിരി ജില്ലയിലെ ഒരു പ്രദേശമാണ്. നിരന്തരമായിട്ട് കാട്ടാനുള്ളൊരു പ്രദേശമായിട്ടോ. നമുക്ക് ഏതായാലും അവരുടെ വീട്ടിലേക്കൊന്ന് ജസ്റ്റ് പോവാം. പേരെങ്ങനെയായിരുന്നു? നന്ദിനി. അച്ഛനാണോ മരിച്ചത്? അച്ഛനാണ്. എന്നാണ് സംഭവം നടന്നത്? 8-ാം തീയതി അല്ലേ? എത്ര മണിയായപ്പോഴാണ് സംഭവം നടന്നത്? 3-4 മണിക്കായി. വൈകിട്ട് അല്ല, രാവിലെ. എങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാ? പൂജയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൂജയ്ക്ക് ഫസ്റ്റ് ഈ വഴിക്ക് വന്നു. പിന്നെ വന്നപ്പോൾ ഇവിടെ ആന ഉണ്ടായിരുന്നു. പൂജയ്ക്ക് പോയിട്ട് ഈ വഴിക്കാണോ വന്നത്? ഇത് ഈ വഴി റോഡ് എങ്ങോട്ടാ പോകുന്നത്? അത് പാട്ടവയല്. ഇങ്ങോട്ടോ? ഈ റോഡ് അയ്യങ്കൊല്ലിയാ? പിന്നെ ആ വഴി കൂടി വന്നപ്പോൾ ആനയെ തട്ടിയത്. വന്നത് ഇവിടെ ആന ഉണ്ടായിരുന്നോണ്ട് വഴി മാറിപ്പോയതാ. അപ്പൊ അവിടെ ഉണ്ടായിരുന്നു കൂട്ടാനായിരുന്നു അല്ലേ? അപ്പോൾ നിങ്ങളൊക്കെ എപ്പോഴാണ് അറിഞ്ഞ സംഭവം? അപ്പൊ തന്നെ അറിഞ്ഞോ? അറിഞ്ഞല്ലേ? കൂടെ ഒരാളും കൂടെ ഉണ്ടായിരുന്നല്ലേ? അതാരായിരുന്നു? അത് ഭർത്താവ്. ചേച്ചിയുടെ ഭർത്താവാ? ഓക്കെ. എന്തായിരുന്നു പരിക്ക്? നടുവിന് ഇത് പറ്റിയെന്ന്. ഒടിഞ്ഞോ? ഒടിഞ്ഞു. എന്നിട്ട് പിന്നെ കാലിന്. എവിടെയാ ആശുപത്രി കൊണ്ടേ? ഊട്ടിയിൽ. എത്ര ദിവസം ആശുപത്രി കിടന്നു? ഇപ്പോൾ ഒരാഴ്ച കിടന്നല്ലേ? ഇപ്പൊ വീട്ടിലുണ്ടോ? അങ്ങോട്ട് പോയാലോ വീട്ടിലേക്ക്? നിങ്ങളത് ശരിക്കും കോളനിയാ? അല്ല, ഇവിടെ ഒരു വീടേ ഉള്ളൂ. ആണല്ലേ? നിങ്ങൾ എത്ര വർഷമായി ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട്? കുറേ വർഷമായി. ഇതൊക്കെ ആരുടെ ഈ തേയിലത്തോട്ടമൊക്കെ? ഇത് വെറുതെ അല്ലേ? പ്രൈവറ്റ് അല്ലേ? ഒരു വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടത്. പകൽ സമയത്ത് ഇങ്ങനെ ആന വരാറുണ്ടോ? ചിലപ്പോഴൊക്കെ വരും. ആണല്ലേ? ഇതൊക്കെ ഈ തേയിലയുടെ ഇടയ്ക്കോടൊക്കെ ആന വരുന്നുണ്ട്. ഇതൊക്കെ മറിച്ച് കളഞ്ഞാണ് ആന. ഇവിടെ അടുത്ത് എവിടെയാ ഫോറസ്റ്റ് ഉള്ളേ? ഫോറസ്റ്റ് അങ്ങോട്ടാ? ഇത് ആനയുടെ കാൽപ്പാടായിരിക്കും അല്ലേ? ആന ചവിട്ടി കയറിപ്പോയത് കേട്ടോ. വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സ്ഥലത്തോട്ടാണ് നമ്മൾ പോകുന്നത്. സൂക്ഷിച്ചാണ് പോകുന്നത്. മറ്റു കാര്യമില്ല. പക്ഷെ നമുക്ക് പോകാതിരിക്കാൻ വേറെ മാർഗ്ഗമില്ല. ഏതായാലും നമ്മൾ പോവുകയാണ് കേട്ടോ. ഒരൊറ്റ വീട് അവിടെ ഉള്ളൂ എന്നാണ് ചേച്ചി പറഞ്ഞത്. ആനയല്ലാതെ മറ്റ് ജീവികൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാറുണ്ടായിരുന്നു? വേറെ കടുവ, പുലി അങ്ങനത്തെ ഒക്കെ ഉണ്ട് അല്ലേ? നിങ്ങൾ എപ്പോഴേലും കണ്ടിട്ടുണ്ടോ? ഉണ്ടല്ലേ? നിങ്ങൾക്ക് എപ്പോഴേലും ഉപദ്രവം ഉണ്ടായിട്ടുണ്ടോ? ആനയല്ല ഏറ്റവും പ്രശ്നം? വല്ലാത്തൊരു സ്ഥലമാട്ടത്.
നിങ്ങളുടെ വീടിനോട് ചേർന്നാ ഫോറസ്റ്റ് ഉള്ളത്? ആ വൈകിട്ട് എത്ര മണിയാകുമ്പോൾ ആന ഇറങ്ങാൻ തുടങ്ങും? 5-6 മണിക്ക് ആകുമ്പോൾ ഇറങ്ങും. അതെ. ആ. ഇത് ഫോറസ്റ്റ് ആണോ ഈ കാണുന്നത്? ആ ഇത് ഫോറസ്റ്റാ. ഇതും ഫോറസ്റ്റാ? ആ ഇതുണ്ട് ഇവിടുത്തെ ഫോറസ്റ്റ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെയാണ്. ഇത്ര നേരം പറമ്പായിരുന്നു, പെട്ടെന്ന് ഫോറസ്റ്റായി. ഇതാ ഇപ്പുറം പറമ്പാണ്, അപ്പുറം ഫോറസ്റ്റാണ്. ഇങ്ങനെ ഓരോ പീസൊക്കെ ആയിട്ടാണ്. കണ്ടിന്യൂസ് അല്ല, നമ്മുടെ നാട്ടിലെ പോലെ കണ്ടിന്യൂസ് അല്ല, ഓരോ പീസായിട്ടാണ്. ഇനി കുറേ ഉണ്ടോ വീട്ടിലേക്ക്? ആ ഇത് എടുത്തെത്തി. ഇപ്പം ഈ കുന്നിൽ ആന ഉണ്ടാവുമോ? ഉണ്ടാവും. ഒരു ഗ്യാരണ്ടി ഇല്ല കേട്ടോ ചേച്ചി പറയുന്നത് കേട്ടോ. ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഒരു വിശ്വാസത്തിൻ്റെ പുറത്തങ്ങ് പോവുക കേട്ടോ. അല്ലാത്തൊരവസ്ഥ തന്നെ കേട്ടോ. ഇങ്ങനെ ഒത്തിരി ആളുകൾ ജീവിക്കുന്നുണ്ട് ഇവിടെ. അവരുടെ ഒരു അവസ്ഥയൊക്കെ നേരിട്ടൊന്ന് കാണുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതല്ല, ഇതൊക്കെ ചവിട്ടുപാടുകളാണ്. ഇതുണ്ടോ, ഇതാണ് ഒരു ഫോറസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെയാണ് ഇവിടുത്തെ ഫോറസ്റ്റ്. ഇപ്പം നമ്മൾ അങ്ങനെ ആ ഒരു വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതാണ് വിഷ്ണു അല്ലേ? ജിഷ്ണു. അന്ന് അച്ഛൻ്റെ കൂടെ ഉണ്ടായിരുന്നല്ലേ? എത്ര മണിയായപ്പോഴാണ് സംഭവം നടന്നത്? 5:45 ആയില്ലേ? നിങ്ങൾ എവിടെ പോയതാ? നല്ല ഇങ്ങോട്ട് ഒരുമിച്ച് നിന്നു. അവിടെ ഒരു മാരി പൂജയില് പിന്നെ ഇവര് പോയതാ. ഞങ്ങളൊന്നും പോയില്ല, ഞങ്ങൾ രാവിലെ പോകാന്ന് പറഞ്ഞതാ. പൂജ ചെയ്യാൻ പോയതല്ലേ? ആ എന്നിട്ട് ഇവര് 5:45 അവിടേക്ക് വന്നത്. അപ്പോഴത്തേന് ഇപ്പുറത്ത് ആനുണ്ടായിരുന്നു, അപ്പുറത്ത് ആനുണ്ടായിരുന്നു. അപ്പൊ ആ ഇതില് ഇവര് വന്ന് പെട്ടുപോയി. അപ്പൊ നിങ്ങൾ നേരിട്ട് കണ്ടോ ആനെ? കണ്ടായിരുന്നല്ലേ? ആ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്തു? വേറെ വഴി കൂടെ മാറിപ്പോയോ? മാറിപ്പോയപ്പോ തട്ടി അങ്ങോട്ടിട്ടല്ലേ? അപ്പോൾ എന്നിട്ട് ജിഷ്ണുവിനെയും തട്ടിയോ? ആണല്ലേ? എന്തായിരുന്നു അന്ന് പരിക്ക് പറ്റിയേ? പരിക്ക് നടുവിൻ്റെ അവിടെ. നടുവിന്? ഇപ്പം എന്താ ബെൽറ്റ് ഇട്ടേക്കാ? ഇല്ലല്ല, കുഴപ്പമില്ലെന്ന് പറഞ്ഞോ? ആണോ? എന്നാല് പെട്ടെന്ന് അങ്ങനെ നടക്കാനൊന്നും പറ്റില്ല, ബുദ്ധിമുട്ടല്ലേ? വീട്ടിൽ തന്നെ ഇരിപ്പായിരിക്കും അല്ലേ? എന്നിട്ട് ഇവന് പിന്നെ ആ തോടില്ലേ അവിടെ, പുഴേന്റെ ഇക്കരക്കാണ് വലിച്ചെറിഞ്ഞത്. പുഴയുടെ ഇക്കരയിലോട്ട് വലിച്ചെറിഞ്ഞല്ലേ? എന്നിട്ട് അച്ഛനാണ് അവിടെ പിടികിട്ടിയത്. ആണല്ലേ? എന്നിട്ട് ഇവന് ആ ചായക്കാടിന്റെ ഉള്ളിൽ അങ്ങനെ മെല്ലെ ഓടി വീട്ടിലേക്ക് എത്തി. പിന്നെ ഇങ്ങോട്ട് ഓടി തന്നെ വന്നല്ലേ? എന്നിട്ട് ഇതിന്റെ പുറകിൽ തന്നെ ആനെ വന്നു. അതെന്നിട്ട് അതാ കോഴിക്കൂടൊക്കെ താട്ടി ഇവിടെ വന്നിട്ടാ വീട്ടിലേക്ക് വന്നു. എന്നിട്ട് ഇവിടെ വരെ മുറ്റം വരെ വന്നു. മുറ്റം വരെ വന്നു. അതായത് ജിഷ്ണുവിനെ നമ്മളിപ്പോൾ നടന്നു വന്ന ഇതാ ഈ വയലിൽ കൂടെ നമ്മൾ നടന്നു വന്നത്. അവിടുന്ന് ഓടിച്ചിട്ട് ഇതാ ഇവിടെ മുറ്റം വരെ കൊണ്ടുവന്നാന്ന് പറഞ്ഞത്. ഒന്ന് കാണിച്ചു തരാം സ്ഥലം. എന്നിട്ട് കോഴിക്കൂടൊക്കെ തകർത്ത് എന്നാണ് പറഞ്ഞത് കേട്ടോ. നിങ്ങൾ ഈ 3 വീടുള്ളൂ ഇവിടെ? 3 ഇവിടെ. അവര് ഞാൻ അപ്പുറത്താണ്. എന്നിട്ട് പിന്നെ അങ്ങനെയൊക്കെ ആയത് എൻ്റെ ഏട്ടനല്ലേ. അതെ അതെ. ഇതാ ഇതിലിങ്ങനെ വരിതാ ഇവിടെ വരെ വന്നല്ലേ? ഇതിലായിട്ടോ നമ്മൾ വന്നു കേട്ടോ. നമ്മൾ ആലോചിച്ച് നോക്കണം എത്ര ഭീകരമാണ് അവസ്ഥ. ഇതിലാണ് ഇവൻ ഇതാ ഓടി വന്നത്. ഓടി ഇങ്ങോട്ട് കയറി. എന്നിട്ട് ഞാനാണ് ഇതിങ്ങനെ കോഴിക്കുഞ്ഞൊക്കെ തട്ടിയിട്ടത്. കോഴി ഉണ്ടായിരുന്നു. കോഴിക്കൂട് തകർത്തിട്ടേക്കണ. അവൻ ജിഷ്ണു ഇതിലേ തന്നെ കയറി വന്നു. ഇതിൽ തന്നെ കയറി വന്നതാണ്. എന്നിട്ട് പിന്നെ ഇതിലിങ്ങനെ തന്നെ വന്നിട്ട് ഇതിലിങ്ങനെ ആന പിന്നെയും പോയിട്ട് ഈ മുറ്റത്തോടെ തന്നെ പോയി ഏട്ടിക്കയ്യാൻ വന്നത്. ഇതിങ്ങനെ പോയല്ലേ? അതായത് ജിഷ്ണു നമ്മളിപ്പോൾ വന്ന അതേ വഴി കൂടെ വന്നിട്ട് ആന ആ വഴിക്ക് നിന്ന് കഴിഞ്ഞപ്പോൾ ഓടി രക്ഷപ്പെട്ട് ഈ പറമ്പിൽ കൂടെയൊക്കെ ഓടി ഇതിലെ കയറി വന്നാണ്. അപ്പോൾ ആന ജിഷ്ണുവിൻ്റെ പുറകെ ഓടി വന്നതാ. നമുക്ക് ഈ ഇവിടെ കാണാൻ ആന കയറി വന്ന് ഈ മണ്ണ് മൊത്തം ചവിട്ടി നിരത്തി വെച്ചേക്കുന്ന ആന കേട്ടോ. ഇത് മണ്ണ് ഇത് മൊത്തം ആന ചവിട്ടി വെച്ചല്ലേ? ഇവിടെ ഒരു കോഴിക്കൂടുണ്ടായിരുന്നു. ആ കോഴിക്കൂട് തകർത്തിട്ടിരിക്കുന്ന രംഗമാണ് ഈ കാണുന്നതാ. മൊത്തം ഇഷ്ടികകൾ മാത്രമായിട്ട് കിടക്കുന്നു. ഇവിടെ വരെ വന്നു. അതായത് അപ്പോഴത്തേന് ഇവനെ അങ്ങോട്ട് വീട്ടിൻ്റെ ഉള്ളിൽ കയറി. അതായത് തട്ടിയിട്ട് ആ കരി തീർന്നില്ലല്ലേ?
ആളെ കൊല്ലാൻ തന്നെ വന്ന. പിന്നെ ഒരാളിനെടുത്തില്ലേ, അതെ അതെ. രണ്ടാളല്ലേ, എന്നിട്ട് ഇവനെ രക്ഷപ്പെടുത്തത്. മറ്റേ ചെമ്പൻചേട്ടനെ ചവിട്ടിയിട്ടുണ്ടായിരുന്നോ? ഇല്ല ഇല്ല, ചവിട്ടിയിട്ടില്ല. ചവിട്ടിട്ടില്ല. മറ്റേ ഇത് മാത്രം പൊട്ടിപ്പോയി. എന്താ ഇത് തൊണ്ട് കുത്തുവോ ഇതേ? കുത്തിട്ടൊന്നുമില്ല, ഇല്ല. തിരിക്കിയതാ. ഓ, നിരക്കി തുമ്പിക്ക് വേണ്ടി ഇതാക്കിയില്ലേ? ഇത് കൊമ്പുള്ള ആനയാണോ അതെയോ? എന്താ രാത്രിയല്ലേ, അറിയില്ലല്ലോ. നിങ്ങൾ കണ്ടല്ലേ? കണ്ടില്ലല്ലേ? അപ്പോഴത്തേന് ആനയാന്ന് മനസ്സിലായി, അത്രേ ഉള്ളൂ അല്ലേ? ആ, ഒന്നിൽ കൂടുതൽ ആന ഉണ്ടായിരുന്നോ? ഇത് ഇവര് ഇങ്ങനെ പോകുമ്പോഴേ ആ റോട്ടിൽ നിന്ന് താഴേക്ക് അവിടുന്ന് ഇറങ്ങി ഇവിടുന്ന് ഇറങ്ങി. അപ്പൊ ഇവർക്ക് ഒരു രക്ഷയില്ലല്ലോ. അതെ അതെ. അങ്ങനെ വന്ന് പെട്ടതാ. നിങ്ങൾക്ക് അപ്പോൾ ഇവിടെ എത്ര മണിയാകുമ്പോൾ ഒക്കെ ആന ഇറങ്ങാൻ തുടങ്ങും? ചിലപ്പോ പകലൊക്കെ ഇതിലിങ്ങനെ ഇറങ്ങും. അതെ. ആ, ഓഹോ. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ 3 വീട് മാത്രമേ ഇവിടെ ഉള്ളൂ? ആ. അപ്പോൾ നിങ്ങൾക്കപ്പോൾ ഈ ആനയൊക്കെ ഇറങ്ങി എന്ത് ചെയ്യും നിങ്ങൾ? വീടിൻ്റെ ഉള്ളിൽ ഇരിക്കും, അത്രേ ഉള്ളൂ അല്ലേ? ഈ വീടിൻ്റെ ഇങ്ങോട്ടൊക്കെ വരാറുണ്ടോ? പിന്നെ അതാ ആനയിൽ ചവിട്ടിയത് കാണിച്ചു തരണോ? ഇങ്ങോട്ട് വരി. ഈ ആ, മനുഷ്യർ ജീവിക്കുന്ന അവസ്ഥയാട്ടോ ഇത് കാണുന്നത്. ഇങ്ങോട്ട് വരി, കാണിച്ചു തരാം. ഇതൊക്കെ ആന ചവിട്ടിയതാ. ഇതന്നെ നേരിട്ട് ഇങ്ങോട്ട് വരി. ചവിട്ടാട്ടോ, വലിയൊരു പാല് തന്നെ കാണാം നമുക്ക്. ഇതൊക്കെ അതന്നെ. ഇങ്ങോട്ട് വരി. ഇതാ ആനേൻ്റെ ചവിട്ടാടി. ഇതൊക്കെ ആനയുടെ ചവിട്ട് കേട്ടോ, നോക്കി വളരെ കൃത്യമായിട്ട് നമുക്ക് കാണാം. ഇതാ ഇതൊക്കെ അടുത്ത ദിവസങ്ങളിലേ അല്ലേ? ഇതിലൊക്കെ ഇങ്ങനെ പോയിട്ട് ഇതൊക്കെ ആനേൻ്റെ ചെളി കേട്ടോ, ആനയുടെ പുറത്തുനിന്ന് പറ്റിയ ചെളിയാണ്. ഇതിലെ കംപ്ലീറ്റ് ഈ ഷീറ്റൊക്കെ ഒക്കെ കാണാം കേട്ടോ. വളരെ പ്രയാസപ്പെട്ടാണ് ഈ മനുഷ്യർ ഇവിടെ ജീവിക്കുന്നത്. രാത്രി നിങ്ങളപ്പോൾ തീയൊക്കെ കത്തിച്ച് ഇങ്ങനെ ഇരിക്കുമായിരിക്കും അല്ലേ? ഇല്ല, ഇപ്പം അങ്ങനെ ഇല്ല. അങ്ങനെ ചെയ്യുന്നില്ലേ? ആദ്യം അങ്ങനെ വരുമ്പോൾ തൊട്ട് പുറകുവശത്ത് ഒരു ഫോറസ്റ്റ് കാണുന്നില്ലേ, അതിൽ ആന ഉണ്ടാവുമോ? ഇപ്പം പറയാൻ പറ്റില്ല, ഉണ്ടായിരിക്കും. അല്ലേ? ഞങ്ങളിപ്പോൾ അങ്ങോട്ടൊന്നും പോകാറില്ലല്ലോ. ഇല്ലല്ല. അപ്പം നിങ്ങളപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് ആന വന്നാൽ ഫോറസ്റ്റുകാരെ വിളിക്കുമോ? വിളിക്കൂല്ലേ? വരുമോ അവര്? വരും. ആണല്ലേ? എന്താ പറഞ്ഞ അവര് നഷ്ടപരിഹാരത്തിന്റെ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സംസാരിച്ചോ? എന്താ പറഞ്ഞ? തന്നോ? എല്ലാം കിട്ടിയോ? കിട്ടി. എത്ര കിട്ടി? 9,50,000 കിട്ടിയില്ലേ? അക്കൗണ്ടിലേക്ക് കിട്ടി. അത് ഈ നാട്ടിൽ വേറെ ഒരു പ്രത്യേകത കേട്ടോ. ആന ഒരാളെ കൊന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പൈസ കൃത്യമായിട്ട് ഇവിടെ കൊടുക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ അങ്ങനെ കിട്ടുന്നില്ല. നമ്മുടെ നാട്ടിൽ പൈസ കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇവിടെ പൈസ കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. പക്ഷേ ആളുകൾ മരിക്കുന്നതിന് ഒരു കുറവുമില്ല. എല്ലാ ആഴ്ചയെന്ന് പറയുന്ന പോലെ ഇവിടെ ആളുകൾ മരിക്കുന്നുണ്ട് കേട്ടോ. ഇതിന് മുന്നേ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ആനയുടെ ആക്രമണം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ഞങ്ങളെ കൂട്ടറില്ല. ഈ തമിഴന്മാരിലുണ്ടായിരുന്നു. ഉണ്ടല്ലേ? നിങ്ങളപ്പോൾ ശരിക്കും കേരളത്തിൽ നിന്നുള്ളവരാ? അല്ല, ഞങ്ങൾ ഇവിടെ ഉള്ളവരെ നായ്ക്കന്മാര്, ആണല്ലേ? കാട്ടുനായ്ക്കരെന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് അങ്ങനെ മലയാളം കുറച്ച് അറിയാമല്ലോ. അതാണ് ചോദിച്ചാൽ മലയാളം അറിയാമെന്ന്. അപ്പോൾ അതായത് ഞാനിവിടെ വന്നപ്പോൾ തമിഴായിരിക്കും എന്ന് വെച്ചിട്ട് വന്നത്. പക്ഷേ ഇവർക്ക് മലയാളമൊക്കെ മനസ്സിലാകുന്നുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ സംസാരിച്ചത് ചെമ്പൻ എന്ന് പറയുന്ന ചേട്ടൻ്റെ അനിയത്തിയാണ്. ഇത് ആണ് ചെമ്പൻചേട്ടൻ്റെ ഭാര്യ കേട്ടോ. ചേച്ചിയുടെ പേരെങ്ങനെയാണ്? പാർവതി. എത്ര മണിയായപ്പോൾ നിങ്ങളത് അറിഞ്ഞ സംഭവം? അതൊരു 4 മണിയായപ്പോൾ അറിഞ്ഞല്ലേ? അപ്പം ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഇവർ ദേവപ്രതിഷ്ഠന് പോയി. പൂജയ്ക്ക് പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്കല്ലേ? അപ്പം ഇവിടെ ആന വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇവർ അവിടെ വന്ന് ഒച്ച കാട്ടിയപ്പോൾ ഞാനും ഇവിടെ ഒച്ച കാട്ടി. എന്നാലും പോയില്ല. ഇങ്ങോട്ട് വന്നാൽ നിങ്ങൾ കേട്ടി ഒച്ചപ്പാട്? അവർ ഒച്ചിട്ടു കേട്ടായിരുന്നല്ലേ? അപ്പം അങ്ങോട്ടൊന്നും വന്ന് ഇവിടുന്ന് പോയി ആന. അങ്ങനെ പെട്ടതാ. പിന്നെ രാത്രി ഞങ്ങൾ പെണ്ണുങ്ങളൊന്നും പോകാൻ പറ്റില്ലല്ലോ. ഇപ്പം വെളുപ്പിനെ പോയി നോക്കി. ഞങ്ങൾ തിരഞ്ഞു പോകുമ്പോൾ അവിടെ ഉണ്ടായിരുന്നു. രാത്രി പോയില്ല നിങ്ങൾ? ഇല്ല, കുറച്ച് നേരം ഉണ്ടായിരുന്നു. വെളുപ്പം 4 മണിക്കാണല്ലേ നടന്നല്ലേ? എന്നാലും നിങ്ങൾ നേരം വെളുത്തതിന് ശേഷം പോയെ? അപ്പം അത്ര നേരം അവിടെ കിടന്നുണ്ടാവൂല്ലേ? അതൊക്കെയാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് കേട്ടോ. ചിലപ്പോൾ പക്ഷേ ചെറിയ ഒരു തട്ടി കിട്ടിയിട്ടേ ഉണ്ടാവുള്ളായിരിക്കും. പക്ഷേ രക്ഷിക്കാനായിട്ട് ഇവർക്ക് അങ്ങോട്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് ചിലപ്പോൾ അവിടെ കിടന്ന് ആയിരിക്കും മരിച്ചിട്ടുണ്ടാവും. അതും വലിയൊരു ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇവരൊക്കെ അനുഭവിക്കുന്ന ഒരു വലിയ പ്രയാസമാണ് ഇപ്പോൾ അവരാ പറഞ്ഞത്. എന്നിട്ട് പിന്നെ രാവിലെയാണ് നിങ്ങൾ കണ്ടതല്ലേ? രാവിലെ കണ്ടിട്ട് പിന്നെ കണ്ടപ്പോൾ മരിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം ഈ ചെറുക്കനാണ്, നടക്കാനൊന്നും പറ്റില്ല. അങ്ങനെ പോയി ഞങ്ങൾ 3 ആളാണ് ഫസ്റ്റ് കണ്ടത്. പോയതല്ലേ? പിന്നെ അവരിനൊക്കെ വിളിച്ച് വന്ന് നോക്ക്. പരിക്കെന്തായിരുന്നു? പരിക്കൊന്നുമില്ല. ഇതാ ഇവിടെ കഴുത്തിലും കുറച്ച് കാലിൽ ഇത്ര നിട്ട മുറിവുണ്ടായിരുന്നു. പിന്നെ അവർ ആസ്പത്രിയിൽ കൊണ്ടുപോയി. 2 ആളെ കൊണ്ടുപോയി. മരിച്ചിട്ടുണ്ടായിരുന്നല്ലേ? അപ്പം തന്നെ മരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. നഷ്ടപരിഹാരമൊക്കെ കിട്ടിയോ? കിട്ടി.
അന്ന് തന്നെ 50,000 തന്നു. പിന്നെ ബാക്കി തന്നിട്ടില്ല. തിങ്കളാഴ്ച പറഞ്ഞിട്ട്. ബാക്കി തന്നിട്ടില്ല? നാളെ അല്ല, തിങ്കളാഴ്ച ചെക്ക് തന്നിട്ടുണ്ട്. ചെക്ക് തന്നിട്ടുണ്ടല്ലേ? ഇപ്പം തിങ്കളാഴ്ച. ചെക്ക് എത്രയുടെ തന്നെ? 9,500. 9,50,000 അല്ലേ? 9,50,000 അവർക്ക് ചെക്കായിട്ടാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ തിങ്കളാഴ്ച അത് ഡേറ്റ് വെച്ചിട്ടാണ് കൊടുത്തേക്കുന്നതെന്നാണ് പറഞ്ഞത്. അതാണ് തിങ്കളാഴ്ച കിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ടോ. ഏതായാലും തിങ്കളാഴ്ച അവർ വരാൻ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളെയും കൂട്ടിയിട്ട് പോകും ബാങ്കിലേക്ക് അല്ലേ? നിങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ ആന ഇറങ്ങാതിരിക്കാൻ ഇവിടെ കറണ്ട് ഫെൻസിങ് അങ്ങനത്തെ ഒന്നുമില്ല? ആന വരാതിരിക്കാൻ ഒന്നുമില്ല അല്ലേ? രാത്രി ആയി കഴിഞ്ഞാൽ എന്തായാലും വരും ആന. നിങ്ങൾ എത്ര വർഷമായി ഇവിടെയൊക്കെ താമസിക്കാൻ തുടങ്ങിയിട്ട്? അത് കുറേ കാലമായി. ഈ വീടൊക്കെ പണിത് കിട്ടിയിട്ട് എത്ര വർഷമായി? ഇത് ഗവൺമെന്റ് വെച്ച് തന്ന വീടാ? ഇത് ഗവൺമെന്റ് വെച്ച് 3 വർഷമായിട്ടുണ്ടാവും. 3 വർഷമായി അല്ലേ? അപ്പൊക്കെ ആന ശല്യം തന്നെ. അപ്പൊക്കെ ഞങ്ങൾ ഇങ്ങനത്തെ സ്ഥലത്താണ് ഉറങ്ങിക്കൊണ്ടിരുന്നത്. അപ്പോഴും ആന വരെ വന്നിട്ട് കൂടി ഒന്നും ചെയ്തിട്ടില്ല. അന്നും ആന വരുന്നുണ്ടായിരുന്നു അല്ലേ? അന്ന് നിങ്ങൾക്ക് വീടില്ലായിരുന്നു? അന്ന് വീടൊക്കെ ഇടിച്ചിട്ട് ഇതേമാതിരി ഇങ്ങനത്തെ സ്ഥലത്താണ് ഞങ്ങൾ ഉറങ്ങിക്കൊണ്ടിരുന്നത്. ഷെഡായിരുന്നു, ഷെഡ് പോലെയായിരുന്നു അല്ലേ? അന്നൊക്കെ ഇവർ ഷെഡ് കെട്ടിയാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവർക്ക് വീട് കിട്ടി. അപ്പോഴും ഈ ആന ഉള്ള പ്രദേശത്ത് തന്നെയാണ് അവർക്ക് വീട് കിട്ടിയെന്നാണ് അവർ പറഞ്ഞത് കേട്ടോ. അതാണ് ഏറ്റവും വലിയ. ഇതൊക്കെ സ്വകാര്യ വ്യക്തിയുള്ള സ്ഥലമാണ്. തൊട്ട് പുറകിൽ ഈ കാണുന്ന ഫോറസ്റ്റാണ്. ഇങ്ങനെയാണ് ഇവിടുത്തെ ഫോറസ്റ്റിൻ്റെ രീതികൾ കേട്ടോ. ആ കുന്ന് ഫോറസ്റ്റ്, ഈ കുന്ന് ഫോറസ്റ്റ്, ഇവിടെയൊക്കെ ആളുകളുടെ സ്ഥലം. ഇതൊക്കെ അവർ കൊടുത്ത സ്ഥലമാണ്. അവർ വന്നിട്ടില്ല. ആരാ? ഈ മാണ്ടാണ്ട് ചെട്ടിമാർ. അവർ കൊടുത്ത് അങ്ങനെ ഫോറസ്റ്റ് ആയതല്ലേ? ആളുകൾ ഫോറസ്റ്റിലേക്ക് എഴുതി കൊടുത്ത് അങ്ങനെ ഫോറസ്റ്റായ ഫോറസ്റ്റായിട്ട് ഇതൊക്കെ. ഏതായാലും വലിയ പ്രയാസത്തിൽ തന്നെയാണ് കേട്ടോ ഈ പ്രദേശത്തുള്ള ആളുകളത്. നമ്മളിപ്പോൾ സംസാരിച്ച് കഴിഞ്ഞപ്പോഴാണ്. ഇതെന്താ വീടായിരുന്നത്? ഷെഡോ? ഷെഡല്ല, മാരിപ്പേര് ദൈവത്തിനുള്ളത്. ദൈവത്തിന്. അത് ആന ഇടിച്ച് കളഞ്ഞല്ലേ? ആന അടിച്ചത് ഇവർ വന്നപ്പോൾ പറഞ്ഞാണ് ഈ കട്ടയൊക്കെ എടുത്ത് വെച്ചേക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ അവർ പറയും ഇതൊക്കെ ആന ഇടിച്ച് കളഞ്ഞിട്ട് അവർ കട്ട പറക്കി വെച്ചേക്കുന്നതാണ് കേട്ടോ. ഇതൊക്കെ ആന പൊളിച്ച് കളഞ്ഞതാണ്. ആന ഇതിലേക്ക് കയറി വരും, ഇതേ കയറി വരും, അതിലേക്ക് കയറി വരും, ഇങ്ങനെ കയറിപ്പോവും. ഇതിലേക്ക് വഴിയൊക്കെ നമുക്ക് കാണാം. ഇതാണ് അവസ്ഥ കേട്ടോ. ഈ കാണുന്നത് ഇവരുടെ മുറ്റത്തേക്ക് ആന വരാതിരിക്കാനായിട്ട് അവർ ചെയ്തിരിക്കുന്ന ഒരു സംഭവം കേട്ടോ. ചെറിയ മദ്യത്തിൻ്റെ കുപ്പി ഇങ്ങനെ കെട്ടി തൂക്കിയിട്ടിരിക്കുകയാണ്. ഇതാണ്, വേറെ മാർഗ്ഗമൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർ ചെയ്യുന്നതാണ്. പക്ഷേ ഇതുകൊണ്ടൊന്നും കാര്യമില്ല. പക്ഷേ ഈ കുപ്പി കൂട്ടിമുട്ടുന്ന കേട്ട് അങ്ങനെയെങ്കിലും ഇവർക്കൊരു അറിവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങനെ ചെയ്യുന്നത് കേട്ടോ. നമ്മളിപ്പോൾ മുരിക്കുംപാടി എന്ന് പറയുന്ന ആ ഒരു പ്രദേശത്താണ് പോയത്. കഴിഞ്ഞ ആഴ്ചയാണ് ഇവിടെ ആ ഒരു വൃദ്ധനെ കാട്ടാന കൊലപ്പെടുത്തി ഒരാഴ്ച കഴിഞ്ഞിട്ടുള്ള 8-ാം തീയതിയാണ് നടന്നത്. ഞാനിപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് 16-ാം തീയതിയാണ്. ഏതായാലും വളരെ കഷ്ടം തന്നെ കേട്ടോ. നമ്മളത് പറയുമ്പോൾ അവരുടെ ആ മുഖത്തെ നിഷ്കളങ്കമായ ചിരിയും ഒക്കെ കാണുമ്പോൾ നമുക്ക് സങ്കടം തോന്നും കേട്ടോ. അവരുടെയൊക്കെ അച്ഛനും സഹോദരനും ഒക്കെയാണ് മരിച്ചത്. അപ്പോൾ വലിയ പ്രയാസത്തിൽ തന്നെയാണ്. നമ്മളിപ്പോൾ വന്ന വഴിയൊക്കെ നമ്മൾ കണ്ടാണ് എത്ര ഭീകരമായൊരവസ്ഥയിലാണ് അവർ ജീവിക്കുന്നത് എന്നുള്ളത്. ഇവിടെയുള്ള ആളുകൾക്കൊരു സേഫ്റ്റി ഇല്ല കേട്ടോ. ഇങ്ങനെ മരിക്കുമ്പോൾ ആകെപ്പാടെ ഈ നാട്ടിൽ ഞാൻ കണ്ടതിൽ നമ്മുടെ നാടിനെ അപേക്ഷിച്ച് നമ്മുടെ നാട്ടിലൊക്കെ എന്തെങ്കിലും നഷ്ടപരിഹാരം കിട്ടാനായിട്ട് 5 ലക്ഷം പിന്നെ ഒരു 5 ലക്ഷം കിട്ടാനായിട്ട് കുറേ നാൾ വെയിറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയൊക്കെ ഉണ്ട്. ഇവിടെ ഏതായാലും പൈസ കൃത്യമായിട്ട് അവർക്ക് കിട്ടുന്നുണ്ട്. എന്നത് ഒഴിച്ച് കഴിഞ്ഞാൽ ആളുകൾ മരിക്കുന്നതിനൊന്നും ഒരു കയ്യും കണക്കുമില്ല. അത്രത്തോളം ആളുകളാണ് ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് മരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ടല്ല, ഇത് വർഷങ്ങളായിട്ടുള്ള സംഭവമാണ്. പക്ഷേ ഇതിപ്പോൾ ദിനം പ്രതി കൂടി വരികയാണ്. ഞാനിപ്പോൾ വന്ന വഴിയൊക്കെ അത്ര ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ഥലമാണ്. തിരിച്ച് പോകുമ്പോഴും പേടിച്ച് തന്നെയാണ് പോകുന്നത്. ഏതായാലും ആളുകളുടെ പ്രശ്നം, ഇതുപോലെ വന്യമൃഗ പ്രശ്നം കൊണ്ട് ബുദ്ധിമുട്ട് നേരിടുന്ന ആളുകളെ നേരിട്ടൊന്ന് കാണുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെയൊക്കെ ലക്ഷ്യം. അവരുടെ അനുഭവങ്ങളും അവരുടെ പ്രയാസങ്ങളും ഒന്ന് പുറത്ത് കൊണ്ടുവരിക എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് വന്യമൃഗ പ്രശ്നം മാത്രമല്ല, ഇതുപോലെ എന്താ പറയുക, ആളുകൾ ബുദ്ധിമുട്ട് നേരിടുന്ന ആളുകളെയൊക്കെ നമ്മൾ നേരിട്ട് കാണുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഏതായാലും വളരെ സങ്കടമുണ്ട് കേട്ടോ ഇത് കാണുമ്പോൾ. ഏതായാലും ഇത്രയൊക്കെയാണ് നമുക്ക് വീഡിയോയിലാണ് കാണിക്കുന്നത്. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.